തിരുവനന്തപുരം മുൻ കളക്ടർ വി വിജയൻ അന്തരിച്ചു. മുതിർന്ന IAS ഉദ്യോഗസ്ഥനും തിരുവനന്തപുരം മുൻ കളക്ടറുമായ വി വിജയൻ അന്തരിച്ചു. കുമാരപുരം ബർമ റോഡിൽ മകളുടെ വസതിയായ കാർത്തികയിലായിരുന്നു അന്ത്യം. സംസ്കാരം നടത്തി. 1980 മുതൽ 83 വരെ കളക്ടറായിരുന്നു. ബവ്കോ MD, സിവിൽ സപ്ലൈസ് ഡയറക്ടർ, തൊഴിൽ വ്യവസായ സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ചു. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറും നീലലോഹിതദാസ് മന്ത്രിയായിരിക്കെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്നു. പിതാവ് VK വേലായുധൻ SNDP യോഗം മുൻ ജനറൽ സെക്രട്ടറിയും കേരളത്തിലെ ആദ്യ PSC ചെയർമാനുമായിരുന്നു. പരേതയായ ഡോക്ടർ ബേബി സരസ്വതി റിട്ടയർഡ് പ്രൊഫസർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ഭാര്യ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. മലയാളോത്സവം നാളെ പാലക്കാട്ട്. കേരളത്തിലെ മികച്ച കോളേജ് മാഗസിനുള്ള മലയാള മനോരമ ചീഫ് എഡിറ്റേഴ്സ് ട്രോഫി പുരസ്കാര സമർപ്പണം നാളെ പാലക്കാട്ട് നടക്കും. പുരസ്കാരം നേടിയ പാലക്കാട് ഏഴക്കാട് യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗയാൻ ദൗത്യത്തിന്റെ ഭാഗമായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ട്രോഫി സമ്മാനിക്കും. സാഹിത്യ പുരസ്കാരങ്ങൾ എഴുത്തുകാരൻ സന്തോഷ് കുമാർ സമ്മാനിക്കും. എഴുത്തുകാരായ സന്തോഷ് എച്ചിക്കാനം, GR ഇന്ദുഗോപൻ, P രാമൻ എന്നിവർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. മുൻകൂർ രജിസ്റ്റർ ചെയ്ത സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം. വെൺപാലവട്ടത്തമ്മ പുരസ്കാരം ഊർവശിക്ക് സമ്മാനിച്ചു. വെൺപാലവട്ടം ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വെൺപാലവട്ടത്തമ്മ ശ്രീചക്ര പുരസ്കാരം ഗവർണർ രാജേന്ദ്ര അർലേക്കർ നടി ഊർവശിക്ക് 1 ലക്ഷം രൂപ സമ്മാനിച്ചു. ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ ബിജു രമേശ് അധ്യക്ഷത വഹിച്ചു. BJP നേതാവ് V മുരളീധരൻ, കടകംപള്ളി സുരേന്ദ്രൻ MLA എന്നിവർ മുഖ്യാതിഥികളായി. ഭീമ ജ്വല്ലറി ചെയർമാൻ B ഗോവിന്ദൻ, BS ബാലചന്ദ്രൻ, SN രഘുചന്ദ്രൻ നായർ, EK സുഗതൻ, KMS ലാൽ എന്നിവർ പ്രസംഗിച്ചു. 26-ന് രാവിലെ 9:50 പൊങ്കാല, ഉച്ചയ്ക്ക് 1:50 പൊങ്കാല നിവേദ്യം, വൈകിട്ട് 7:50 കുത്തിയോട്ടം, താലപ്പൊലി, രാത്രി 10:45 ആറാട്ടുബലി, 11:10 കൊടിയിറക്കം, 12-ന് ഗുരുസിയോടെ ഉത്സവം സമാപിക്കും. ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. ജില്ലയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മഞ്ഞൾ, മുളക്, മല്ലി, കുരുമുളക് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് ട്രാവൻകൂർ പ്യൂർ എന്ന ബ്രാൻഡിൽ കറി പൗഡർ വിപണിയിലെത്തിക്കാൻ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് ബജറ്റിൽ പ്രഖ്യാപനം. ശുചിത്വ മിഷനുമായി ചേർന്ന നെൽക്കാൽത്തേരി തുറന്ന ജയിലിൽ 5 കോടി രൂപ ചെലവിൽ ശുചിത്വ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുമെന്നും പുതിയ ഭരണസമിതിയുടെ കന്നി ബജറ്റിൽ വാഗ്ദാനമുണ്ട്. വീഡിയോ കോൾ വഴി വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാൻ കുടുപ്പനക്കുന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി മൃഗാശുപത്രിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സംവിധാനം സ്ഥാപിക്കാൻ 10 ലക്ഷം രൂപയും പാഴ്ഭൂമി ഉൽപാദനക്ഷമമായ ഇടമാക്കി മാറ്റുന്ന ഭൂമിക പദ്ധതിക്കായി 25 ലക്ഷവും GIS സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ജില്ലയിലെ മുഴുവൻ തോടുകളുടെയും പുഴകളുടെയും നീർത്തട ഭൂപടം തയ്യാറാക്കുന്നതിന് 50 ലക്ഷം രൂപയും വകയിരുത്തി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പട്ടികജാതി കുടുംബങ്ങൾക്കും അർണറ്റുമായി ചേർന്ന് 90% സബ്സിഡി നിരക്കിൽ ഗാർഹിക സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ 50 ലക്ഷം രൂപ ചെലവഴിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് ജില്ലയിലെ തുല്യതാ പരീക്ഷ പാസ്സായ എല്ലാവരെയും ബിരുദധാരികളാക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുമെന്നും വിതുര, പെരിങ്ങമല, അമ്പൂരി എന്നിവിടങ്ങളിലെ വന്യമൃഗ ശല്യം ഒഴിവാക്കുന്നതിന് വനത്തിനുള്ളിൽ പാലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനും ജലസ്രോതസ്സുകൾ സംഭരിക്കാനും പദ്ധതി തയ്യാറാക്കുമെന്നും വൈസ് പ്രസിഡന്റ് BP മുരളി അവതരിപ്പിച്ച ബജറ്റിൽ പ്രഖ്യാപിച്ചു. യുവിക പദ്ധതി. ബഹിരാകാശ ശാസ്ത്രം, സാങ്കേതികവിദ്യ എന്നിവയുടെ അടിസ്ഥാന പാഠങ്ങൾ മനസ്സിലാക്കാനും ശാസ്ത്രജ്ഞരുമായി സംവദിക്കാനും ISROയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവസരം. യുവശാസ്ത്രജ്ഞ പദ്ധതിയുടെ ഭാഗമായാണ് ഈ മേഖലയിൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികളെ ISRO ക്ഷണിക്കുന്നത്. 2 ആഴ്ചയാണ് പ്രോഗ്രാമിൻ്റെ ദൈർഘ്യം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. തിരുവനന്തപുരം BSSC ഉൾപ്പെടെ ISROയുടെ 9 കേന്ദ്രങ്ങളിലാണ് പ്രോഗ്രാം നടത്തുന്നത്. യാത്ര, താമസം, പഠന സാമഗ്രികൾ എന്നിവ ഉൾപ്പെടെ എല്ലാം സൗജന്യമാണ്. 8ാം ക്ലാസ്സിലെ മാർക്ക്, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവയാണ് പരിഗണിക്കുക. ഗ്രാമീണ മേഖലകളിലെ സ്കൂളുകളിൽ പഠിക്കുന്നവർക്ക് വെയിറ്റേജുമുണ്ട്. ബംഗളൂരുവിൽ ഓഫീസ് തുറന്ന് ആമസോൺ. ആമസോണിൻ്റെ ഏഷ്യയിലെ 2ാമത്തെ വലിയ കോർപ്പറേറ്റ് ഓഫീസ് ബംഗളൂരുവിൽ ആരംഭിച്ചു. വിമാനത്താവളത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ 5 ഏക്കർ സ്ഥലത്താണ് ഓഫീസ് നിർമ്മിച്ചത്. 10.1 ലക്ഷം ചതുരശ്രയടി വിസ്തീർണത്തിൽ 12 നിലകളുള്ള ഓഫീസിൽ 7000 ജീവനക്കാർക്ക് ഒരേ സമയം ജോലി ചെയ്യാനാകും. ജീവനക്കാർക്ക് ഉല്ലാസത്തിനുള്ള സൗകര്യങ്ങളും ബാസ്കറ്റ് ബോൾ, പിക്കിൾ ബോൾ കോർട്ടുകളും തയ്യാറാക്കിയിട്ടുണ്ട്. കർണാടക വ്യവസായ മന്ത്രി MB പാട്ടീൽ ഉദ്ഘാടനം ചെയ്തു. ആമസോണിൻ്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഓഫീസ് ഹൈദരാബാദിലാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും